നമുക്ക് ഹിന്ദുക്കൾക്ക് അടിച്ചുപൊളിക്കാൻ ഇപ്പോൾ DJ പാർട്ടിക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ക്ഷേത്രങ്ങളിൽ തന്നെയുണ്ട്. എന്തെല്ലാം പുറത്ത് നടക്കുന്നു അതെല്ലാം അകത്തുണ്ട്. കുട്ടി നിക്കറും ഇട്ട് ബാക്കി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള എന്ത് തോന്നിവാസവും കാണിക്കാൻ അനുവാദമുള്ള മലയാളികൾ അനുവദിച്ച കലാകാരന്മാരുണ്ടല്ലോ, അവരെല്ലാം ഇപ്പോൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പാടുകയാണ്, നൃത്തമാടുകയാണ്. ഇതെങ്ങോട്ടാണ്? വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരു വിശ്വാസി എന്ന നിലയിൽ അല്ലേ, നമുക്കൊക്കെ ഓരോ ഹിന്ദു സനാതന ധർമ്മ വിശ്വാസിക്കും വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ് ഇത്. ഇന്നും നിലയും തുടങ്ങിയൊന്നുമല്ല ശ്രീജിത്തെ. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുപോണ ഒരു സംഭവം തന്നെയാണ്. കാരണം ഹിന്ദുവിൻ്റെ, അതായത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മേലെ ഇടതുപക്ഷം, ഞാൻ ഇവിടെ മറ്റൊരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയുവാണ് കേട്ടോ. ഹിന്ദുവിൻ്റെ ശത്രു എന്ന് പറയുമ്പം, അല്ലെങ്കിൽ കേരളത്തിലെങ്കിലും ഹിന്ദുവിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതര മതസ്ഥനെ കുറ്റം പറയാനോ ആ സംഘടനകളിലേക്ക് പോകണ്ട. സത്യം പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ അകത്തുള്ള ഹിന്ദുക്കളെന്ന് പറയുന്ന ജന്തുക്കളുമാണ്. അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ പൊതുവേ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിലയെ പറയും നമ്മളെ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടാവുക മറ്റവരാണ്, അല്ലെങ്കിൽ മറിച്ചവരാണ്, മറ്റ മതക്കാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതുവരെ അങ്ങനെ നിൽക്കും. പക്ഷെ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് കേരളത്തിൽ ഓരോ ഹിന്ദുവിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ അധിക്ഷേപിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഇടത് രാഷ്ട്രീയമാണ്. തുടക്കം തൊട്ട് നമുക്കറിയാം അല്ലേ. എന്തുകൊണ്ടാണ്? കാരണം സനാതന ധർമ്മത്തിനെ എത്രയൊക്കെ അടച്ചാക്ഷേപിച്ചാലും അപഹസിച്ചാലും നമ്മളിൽ നിന്ന് ഒരു വളരെ തലവെട്ടണ പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ളൊരു ഭയമില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് അത് റിപ്പീറ്റഡ്ലി, കാരണം ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് ഡോസ് കുറേ നാളുകൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ തുടങ്ങി അവസാനം എവിടെ എത്തി? സത്യം പറഞ്ഞാൽ ഇപ്പം ക്ഷേത്രങ്ങളിൽ കയറി ആഭാസ നൃത്തം, ആ പാർട്ടി ക്ഷേത്രത്തിൻ്റെ അകത്ത് പാർട്ടി, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടി വരും. വെള്ളായണി ക്ഷേത്രത്തിൽ ഇതേ കേരളത്തിൽ നമ്മൾ കണ്ടു 2023 ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. 2023 വെള്ളായണി ക്ഷേത്രത്തിൽ കാവി തോരണങ്ങൾ വെച്ചപ്പോൾ കേരള പോലീസ് കാവി എതിർത്ത് മാറ്റണം രാഷ്ട്രീയ പാർട്ടിയുടെ. ഒന്ന് ആലോചിച്ച് നോക്കണം. കാവി എന്ന് പറയുമ്പം അതെങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി? അവിടെ ഹൈന്ദവതയുടെ അടയാളമാണ് കാവി നിറം. ശരിക്കും ആലോചിച്ച് തുടക്കം തൊട്ടേ അങ്ങനെയാണ്. നമ്മുടെ ദേശീയ പതാകയിൽ തന്നെ കാവി നിറം സിംബലൈസ് ചെയ്യണത്. ഓക്കെ, അതിൻ്റെ സിംബലൈസേഷൻ മതം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് കാവിയുടെ, നമ്മുടെ ഭഗവത് ധ്വജ അല്ലെങ്കിൽ ഭഗവ എന്ന് പറഞ്ഞ കാവിയുടെ സംസ്കൃത പേര് അതാണ്. ഹൈന്ദവതയുടെ അടയാളമാണ്. നമ്മുടെ പണ്ടത്തെ ഏത് രാജാക്കന്മാരുടെ ഇതായാലും കൊടി തോരണങ്ങൾ, മറാത്ത സാമ്രാജ്യത്തിൻ്റെ കൊടിയെന്ന് പറയുന്നത് ഭഗവ ഇതായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഇതാണ് RSS എന്നുള്ള സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം 1920കളിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനം. പക്ഷെ ഹൈന്ദവ ധർമ്മ നമ്മുടെ മതമോ അതുപോലെ നമ്മുടെ സന്യാസി വര്യന്മാർ ധരിക്കുന്നത് എല്ലാം കാവ്യ വസ്ത്രങ്ങളാണ്. ഇതൊന്നും വേണ്ട ശ്രീജിത്ത്, എനിക്ക് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഈ നമ്മുടെ സനാതന ധർമ്മത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒന്നാണല്ലോ ദളിത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവർ ഭയങ്കര ഇതായിട്ട് പൊക്കി കാണിക്കുന്നത് ബുദ്ധിസത്തിനെയാണ്. ഈ തെരവാദ ബുദ്ധിസം എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡ്, നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ അവരുടെ ഏറ്റവും വലിയ വസ്ത്രം, അവരുടെ ഏറ്റവും വലിയ വസ്ത്ര ഇതെന്ന് പറയുമ്പോൾ കാവിയാണ് അല്ലേ, ഈ ബുദ്ധിസ്റ്റ്. പക്ഷെ ഇതൊന്നും ഇവർ ഉയർത്തി കാണിച്ച് കൊണ്ടുവരത്തില്ല. അപ്പം അവിടെ അന്ന് പോലീസ് വന്നിട്ട് നിരോധനം വന്നു, കോടതി പോകേണ്ടി വന്നു. ഓരോ സനാതന വിശ്വാസിക്കും അവിടെ അവനവന്റെ വിശ്വാസത്തിൻ്റെതായ ഇതിപ്പോൾ ഒരു വെല്ലുവിളിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതെ, തീർച്ചയായും. ആദ്യ ദിവസങ്ങളിൽ അലോഷിയുടെ ഒരു പാട്ടായിരുന്നു, അലോഷിയുടെ പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാവുന്ന പാട്ടായിരുന്നു. അവിടുത്തെ DYFIയുടെ ഈ പതാകകൾ പ്രദർശിപ്പിക്കുന്നു, അത് എഴുതി കാണിക്കുന്നു, അങ്ങനെ ഇരുന്ന് അത് വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഗൗരി വരികയാണ്. പോരാളി ഷാജി പരസ്യമായിട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അതായത് ഗൗരിയുടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പൊ അത് ഇടത് പ്രൊഫൈലുകൾ ആഘോഷിക്കുകയാണ്. അവർ പറയുന്നതാണ് പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളവർ ക്ഷേത്രത്തിൽ വരിക, അല്ലാത്തുള്ളവർ വീട്ടിലിരിക്കുക. ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇവർക്ക് ഇതേ ധൈര്യം മറ്റൊരു മസ്ജിദിലോ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു മതത്തിന് പറയാൻ പോലും പാടില്ലാത്തതാണ് ഈ ഒരു വിഷയത്തിൽ. പക്ഷെ എന്നാൽ ആ ഒരു ധൈര്യം അവർ കാണിക്കാവോ? ഇല്ല. കാരണം അവിടെയാണ് നമ്മൾ ആ ഒരു മതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു പ്രാവശ്യമേ കാണിക്കൂ. അവരുടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് അന്നേരം മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അതായത് മുസ്ലിമിനെതിരെ എന്തെങ്കിലും ഒരു മസ്ജിദിൻ്റെ അകത്ത് കമ്മ്യൂണിസം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് തൊട്ട് അത് കമ്മ്യൂണിസത്തിനൊപ്പം പോകുന്ന മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഈ ഒരു സംഭവത്തിനെ എതിർക്കും. അവിടെയാണ് ഹിന്ദു ഒരിക്കലും ഒന്നിച്ചു ചേരാത്ത മനുഷ്യരാണെന്ന് കാണിക്കേണ്ടി വരുന്നത്. കാരണം വെച്ചാൽ ഹിന്ദു എന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടി സംസാരിക്കാൻ പോലെ തന്നെ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സൈബർ ഇടങ്ങളിൽ വെല്ലുവിളിയാണ് ഈ പരിപാടി ഇനിയും തുടരും. ആര് ചോദിക്കാൻ? ക്വസ്റ്റ്യൻ തന്നെ, ആര് ചോദിക്കാനുള്ള വെല്ലുവിളി, പരസ്യ വെല്ലുവിളിയാണ്. ആലോചിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് തുടക്കം തൊട്ടേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ തല കീഴായിട്ട് അയ്യപ്പനെ ആർത്തവ രക്തം, നമുക്കറിയാം ആർത്തവ കവാടം, കേരളവർമ്മയിലേക്ക് കുട്ടി സഖാക്കന്മാർ തുടങ്ങി, ദുർഗാമാലതി ശിവലിംഗം വരച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് അന്നേ തുടങ്ങി. നമുക്കറിയാം തുടങ്ങി അതിൻ്റെ ഏറ്റവും ഒരു ലെവലെത്തിയത് ഇപ്പോഴാണ്.
ഇത് നമുക്ക് പറയാനുള്ളത്, ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഹിന്ദുവിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്നുള്ള പ്രസ്ഥാനം തന്നെയാണ്. കമ്മ്യൂണിസത്തിൻ്റെ അകത്തുള്ള ഹിന്ദുക്കളെ ഇന്ന് ഹിന്ദു മതത്തിനെ നശിപ്പിക്കാൻ നമുക്കറിയാം. നമ്മുടെ ഗണപതി ഭഗവാനെ മിത്താക്കാൻ മറ്റൊരു കാര്യം, കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളെല്ലാം പിന്നീട് ഇങ്ങനെ ഒരു സംഘർഷം കാണുന്ന ആരെങ്കിലും പിന്നീട് ക്ഷേത്രങ്ങളിൽ പോകുന്നു. ശ്രീജിത്ത് ആലോചിച്ച് നോക്കൂ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ഇവിടെ നമ്മുടെ അയോധ്യയുടെ അവിടുന്ന് കാണിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രാണപ്രതിഷ്ഠ ഇത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഘോര പ്രസംഗമായിരുന്നു. നീണ്ട ആലോചിച്ച് നോക്കണം. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കൃതിയുടെ, പിന്നെ മറ്റ് മതങ്ങൾ പിന്നീടാണ്. അതിന് മുമ്പ് ഭാരതീയ സംസ്കൃതിയുടെ ഐതിഹാസിക പുരുഷൻ എന്ന് പറഞ്ഞാൽ, അല്ല ഇതിഹാസത്തിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ആരാണ്? രാമൻ. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് രാമനെ എതിർത്ത് പറയില്ല. അതുപോലെ തന്നെയാണ് ഗോവധം നമുക്കറിയാം. കർണാടകയിലൊക്കെ തന്നെ പരസ്യമായിട്ടൊരു കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു ഗോവധത്തിന് ശബ്ദിക്കരുതെന്ന്. പക്ഷെ ഇവിടെ മാത്രം ഇതൊക്കെ രാഷ്ട്രീയ അജണ്ടയായിട്ട്. പക്ഷേ ഇതുകൊണ്ട് മൈലേജ് ഉണ്ടാവാൻ പോണത് ആർക്ക് തന്നെയാണ്? ഈ ഒരു ഹിന്ദു സംഘടനകൾക്ക് തന്നെയാണ്. 1920 ആ ഒരു കാവ്യെ വെച്ചിട്ട് കൊണ്ടുവന്ന സംഘടനകളെ ഇപ്പം കാവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ശ്രീജിത്തിനറിയോ, ഒരു സെഫ്രോൺ, ഒരു ഇൻ്റർനാഷണൽ മീഡിയാസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെഫ്രോൺ റെവല്യൂഷൻ. അത് ബർമയില ഈ തെരവാദ ബുദ്ധിസ്റ്റ് അവർ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ആ ഗവൺമെൻറ്റിനെതിരെ. അത് നമ്മൾ സഫ്രോണൈസേഷൻ, എന്തെങ്കിലും കാവ്യവൽക്കരണം കൊണ്ടുവന്ന് കാവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെതല്ല, ഒരു രാഷ്ട്രീയ സംഘടനയുടെ മാത്രമാക്കി വെക്കുമ്പോൾ ശരിക്കും നമ്മൾ മൊത്തത്തിൽ ഇൻസൾട്ട് ചെയ്യണ ഹിന്ദുയിസം എന്നുള്ള ആ മതത്തെയാണ്, സനാതന ധർമ്മത്തെയാണ്. അപ്പോൾ ആ ഒരു നിറത്തിന് മാത്രം ഭ്രഷ്ടം ചെങ്കൊടിക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനവും, ചെങ്കൊടി ആയിക്കോട്ടെ, എന്ത് കൊടികളുടെ അല്ല ഇവിടെ പ്രശ്നം, ആഭാസ നൃത്തങ്ങളാണ്. ആലോചിക്കുക, ക്ഷേത്രം, ആ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശരിക്കും പരിപാവനമായിട്ടുള്ള ആരാധനാലയം, അവിടെ പുഷ്പനെ അറിയാമോ എന്നുള്ള പരസ്യ വെല്ലുവിളി ആയിക്കഴിഞ്ഞു അല്ലേ? ഇത് ഇവര് രണ്ടും കൽപ്പിച്ചിട്ടാണ് കേട്ടോ. നാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ പുഷ്പനെ കുറിച്ച് പഠിച്ചിട്ടേ പോവാമോ അല്ലേ? അല്ല, ആലോചിക്കുക, ഇനിയിപ്പോൾ ഇവർ ക്യാപ്സ്യൂൾ ഉണ്ടാക്കും. പുഷ്പൻ പറഞ്ഞ പുഷ്പമായതുകൊണ്ട്, ക്ഷേത്രത്തിൽ പുഷ്പമായതുകൊണ്ട് പുഷ്പൻ്റെ പേര് വെച്ച് പാടിയതാണ് എന്നുള്ള ക്യാപ്സ്യൂളൊക്കെ വരാം. അവന് ഗൗരി, ഇപ്പം മറ്റേ കുട്ടിയുണ്ടല്ലോ, അതും ഗൗരി, ആ പേര് ഗൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് എങ്ങനെയാണ്? ഗൗരിക്ക് അവരെ ആരെ സമൂഹം കുറ്റപ്പെടുത്തില്ല, അവർക്ക് അവരുടേതായ വേദികളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അവസരം നൽകുന്നു എന്നതിനെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. നമുക്കറിയാം, നാടൻ പാട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാടൻ പാട്ടെന്ന് പറയുമ്പോൾ മണിയുടെ നാടൻ പാട്ടിന് പിന്നീട് ആ ഒരു വേറെ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞ് പാട്ടെന്ന് പറഞ്ഞപ്പോൾ നാടൻ പാട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അരോചകമായി മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതുപോലെ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ഈ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇതായിപ്പോൾ. അപ്പോൾ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പാടിയെന്ന് പറയുന്നുണ്ടല്ലേ. എനിക്കത് വല്ലാത്ത. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാന ഗൗരിയുടെ പാട്ട് ബലികുടീരങ്ങളാണ്. അല്ല, ഇതൊക്കെ ആര് ചോദിക്കാനാണ്? ക്ഷേത്രത്തിലെ വിശ്വാസികൾക്കുള്ളതാണ്. അപ്പോൾ പാർട്ടി സമ്മേളന നഗരിയാണോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ? പക്ഷേ ഇത് അവിടുത്തെ സമൂഹം, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള അജണ്ട അവർ സെറ്റ് ചെയ്തതാണ്. അതിന് കുറേ നാളുകളുള്ള മുന്നിൽ തുടങ്ങി ഹിന്ദു സമൂഹം ഇതിനെ ഒരു മൗനാനുവാദം നൽകുന്നത് അത് ഭയപ്പാടല്ല. ഇവിടെ എന്താണ് ഹിന്ദു സമൂഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തട്ടുകളായിട്ടൊക്കെ നിൽക്കുവാണ്. ഹിന്ദു ഒന്ന്, അല്ലെങ്കിൽ ഹിന്ദു ഒന്നാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരാം. ഒന്നാമത് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം വെച്ച് ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നത്, ഞാനൊക്കെ വിശ്വാസിയാണ്, പക്ഷെ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പം ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രാഷ്ട്രീയമാണ്. പക്ഷെ ഞാൻ ഹിന്ദുവാണ്, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ചാപ്പ കുത്തി സംഖ്യ എന്ന് പറയും, നിശബ്ദമാക്കും. അപ്പോൾ അങ്ങനെ നിശബ്ദമാക്കുമ്പം പലരും എന്താ ചെയ്യുക, ഇങ്ങനെ ഈ ഒരു ഇനി അങ്ങനെയല്ല, സംഖ്യച്ചാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അന്തസ്സാണ്. അതെ, ഞാൻ ഹിന്ദുവാണ്, അത് അങ്ങനെ കിട്ടണം, ആ ഒരു സംഖ്യച്ചാപ്പം അന്തസ്സാണെന്ന് ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ ഓരോരുത്തരും മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർത്തും. അതാണല്ലോ ഇപ്പം ഇസ്ലാമിനൊക്കെ എന്താ അവർ ചെയ്യാത്തത്? ഇസ്ലാമിൽ കാരണം അവിടെ ആ മതത്തിനൊരു യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു മസ്ജിദിന് ആയിട്ട് ചെന്നിട്ട് ആരെങ്കിലും ഒരു വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ലീഗ് കാരണം അവിടെ സഖാവിനൊപ്പം നിൽക്കുന്ന മുസ്ലിമും എല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ പറയുമ്പോൾ ഹിന്ദു, കോൺഗ്രസിനുള്ളൊരു ഹിന്ദു, അല്ല കമ്മ്യൂണിസ്റ്റ് ഹിന്ദു അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭസ്മം തൊടാൻ പാടില്ല, കൈ കെട്ടി നിൽക്കണം, അങ്ങനെ നിന്നാലേ. അല്ലെ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിച്ചതാണല്ലോ. അവർ പഠിച്ചു. അന്ന് ആ ഒരു സമയത്ത് സൈലൻ്റായി. അന്നേരം ക്ഷേത്രങ്ങളിലൊക്കെ അവർ ഉത്സവങ്ങൾ നടത്തി തുടങ്ങി അല്ലേ. അവിടെ പറഞ്ഞു എന്തെന്ന്, ഓരോ ക്ഷേത്രങ്ങൾക്ക് പകരം എന്താണ് നമ്മൾ വലിയൊരു ഇതുണ്ടല്ലോ, ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടോ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നത്, കപ്പ വെക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവം, പക്ഷെ ഇതൊക്കെ വോട്ടല്ല, അവർ പ്രീണനമാണ്. പ്രീണനം വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മതത്തിനെ അധിക്ഷേപിച്ച് അങ്ങ് അറ്റത്താക്കും. ഇതൊക്കെ പക്ഷേ ഇത് സംഘപരിവാറിന് തന്നെയാണ് ഗുണകരമാവണത്. ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനെന്നുള്ളൊരു വിശ്വാസിക്ക് ഇത് വളരെ ഹേർട്ടിംഗ് ആണ്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ശത്രുപക്ഷത്ത് ഇനി എന്ത് ഇടതുപക്ഷം ജനക്ഷേമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഹേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇവർ ചെയ്ത് നമ്മളെ വളരെ രീതിയിൽ വിഷമിപ്പിച്ച് കളഞ്ഞു. വിശ്വാസികൾ ഒരിക്കലും ഇനി ആ ഒരു സൈഡിലേക്ക് നോക്കില്ല അല്ലേ. സത്യമാണ്. നമുക്കൊക്കെ തന്നെ ഇടയ്ക്ക് കോൺഗ്രസിനോട് നമ്മളൊന്ന് മാറി നിന്ന് ഒരു വിമത ഇതിലേക്ക് പോകാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പലപ്പോഴും കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് മിണ്ടാതെ നിൽക്കും. വി ഡി സതീശ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. വരണം, കാരണം അവർക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഹിന്ദുക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സൈലൻസ് പല ആൾക്കാരെയും മാറ്റി ചിന്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇത് ഇങ്ങനെയാണ്, പ്രീണനം കൊണ്ടൊന്നും നേടില്ല. അവനവൻ്റെ സമുദായം അല്ലെങ്കിൽ അവനവൻ്റെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുക. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും സ്വന്തം വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ശബ്ദം ഉയർത്തണം. ആ ധൈര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. നമുക്കറിയാം, ഗുരുവായൂർ കുടുംബത്തോടൊപ്പം പോയ ജിനീഷ് പറഞ്ഞ MLA അവസാനം പ്രസ്താവന ഇറക്കേണ്ടി വന്നു, വെറുതെ പോയതാണെന്ന്. അവിടെ പോണ മറ്റേ തൊഴാൻ കൈ വാക്കിയിട്ട് കൈ താഴ്ത്തിയിടേണ്ടി വരണം. ഹിന്ദു സഖാവിന് മാത്രമേ ആ ഒരു ഗതികേടുള്ളൂ. നേരെ മറിച്ച് ഹിന്ദു സഖാക്കന്മാർ, മുസ്ലിം സഖാക്കന്മാർക്ക് ഉംറ ചെയ്യാം, ഹജ്ജ്, അതൊക്കെ ഭരണഘടന കൊടുത്തിട്ടുള്ള അവകാശം എന്ന് പറയും. മറ്റത് മാത്രം വർഗീയത. ഈ ഒരു ഇത് മാറണം, ചോദ്യം ചെയ്യണം ശ്രീജിത്ത്. ഇതൊക്കെ ഇവിടെ ഹിന്ദു, പക്ഷേ ആര് ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയ ഹിന്ദു സംഘടന എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ അജണ്ടാസ് ഉണ്ട് അല്ലേ. ഇപ്പം രാഷ്ട്രീയ BJP ആണ് ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നു. അവർക്ക് അതിനൊക്കെ നേരമുണ്ടോ? സൈലൻസ് ആണ്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ആ കാര്യങ്ങളുണ്ട്. ഇനി തീവ്ര ഹിന്ദുത്വ നിലപാടായിട്ട് നിൽക്കണം അവരാണെങ്കിലോ അങ്ങേറ്റം വെറുപ്പിക്കും. എങ്ങനെയാണ് തീവ്രമായിട്ടുള്ള നിലപാടെടുത്തിട്ട് സമാധാനം തന്നെ ഇല്ലാത്ത രീതിയിൽ വേറെ അവർ നേരെ ആക്ഷേപിക്കണം. കമ്മ്യൂണിസത്തിലേക്ക് ആക്രമിക്കാതെ അവർ നേരെ അപ്പുറത്തേക്ക് പോകും, അപ്പുറത്തെ മതത്തിന് ആക്രമിക്കും. ഉടനെ അവിടെ നിന്നായി ഇത് എന്തായി, 2 സെക്ഷൻസായി. ഇതൊക്കെയാണ് അവിടെ കണ്ടുവരുന്നത്. അല്ലാതെ വ്യക്തമായിട്ട് ഈ പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ആരും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള വസ്തുത. വിശ്വാസികൾ ഒന്നിക്കണം. കടയ്ക്കൽ എനിക്ക് തോന്നുന്നത് സ്വത്വബോധമുള്ള ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളുണ്ടെങ്കിൽ അവരൊരുമിച്ച് ചേർന്ന് ഇത് ചോദ്യം ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പക്ഷെ നമുക്ക് വലിയ ഇതിപ്പോൾ ആദ്യത്തെ ഒരു ടെസ്റ്റ് ഡോസാണ്. ഇനി അത് മുന്നിൽ ക്ഷേത്രങ്ങളിലേക്ക് അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ആദ്യത്തെ എന്ന് പറയുമ്പം അത് തെറ്റാണെന്ന് പോലും പറയാനൊരു സാംസ്കാരിക നായർക്ക് വായയില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണേ, ആ കാണിച്ചത് തെറ്റാണെന്ന്. നേരെ മറിച്ച് ഘോരം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു വെള്ളായണി പ്രശ്നം വന്നപ്പോൾ. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശക്തൻ തമ്പുരാൻ ഏറ്റവും 100% ഹൈന്ദവമായിട്ടുള്ളൊരു സംഭവമാണ് പൂരം എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മുടെ പ്രാണപ്രതിഷ്ഠയുടെ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കുടിപൊട്ടിയ ആൾക്കാരുണ്ടല്ലേ. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ പരസ്യമായിട്ട് പാർട്ടിയുടെ ഇത് കണ്ടിട്ട് ആരും ശക്തമായിട്ട് പോലും അതിനെക്കുറിച്ച് പറയുന്നില്ല. വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ആത്മാഭിമാനമുള്ള രാഷ്ട്രീയം മറക്കണം. ആത്മാഭിമാനമുള്ള ഓരോ കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾ, അതുപോലെ കമ്മ്യൂണിസത്തിലുള്ള ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഈ BJP ഒരുമിച്ച് നിന്ന് സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യണം എന്ന് തന്നെ പറയാനുള്ളത്. ഹിന്ദുക്കൾക്ക് ആത്മാഭിമാനം, സ്വത്വബോധം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് ഇതൊക്കെ അല്ലേ. നമ്മുടെ അവനവൻ്റെ വേര് മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലാതായി പോകും. അപ്പം സത്യമായിട്ട് ഞാൻ പറയുന്നു, ഇത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെ നടത്തിയിട്ട് മുന്നിൽ വരണം.